ഹലോ ഗൈസ്, മറ്റൊരു വീഡിയോയിലേക്ക് പിന്നെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ട്രേഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരെയാണെങ്കിൽ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി കൺസിഡർ ചെയ്യും എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്നത്തെ ക്യാൻഡിൽ ഫോർമേഷൻ നോക്കിയപ്പോഴത്തേനും ആദ്യം മുകളിലോട്ട് പോകുന്നുണ്ടായിരുന്നെങ്കിൽ ഒരു പുൾ ബാക്കിൽ ഒരു എൻട്രി എടുക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ലൊരു ഫോളോ കണ്ടപ്പോഴത്തേനും പിന്നെ എനിക്ക് എൻട്രി എടുക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ബ്രേക്ക് പോയിന്റിൽ നിന്ന് ട്രേഡ് എടുക്കാം, ഒരു ബൈ ഓപ്പർച്യൂണിറ്റി എടുക്കാം എന്ന് വിചാരിച്ചെങ്കിലും എനിക്ക് ഒരു കോൺഫിഡൻസ് എനിക്ക് അങ്ങോട്ട് അനുവദിച്ചില്ല. പിന്നെ അതിനുശേഷം പിന്നെ ഹോൾഡ് ചെയ്തിരുന്നു. ഒരു റേഞ്ച് മാർക്കറ്റ് വരെ തോന്നിയുകൊണ്ട് പിന്നെ ട്രേഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഇവിടെ നിന്ന് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റിൽ നിന്ന് എക്സിറ്റ് ആവാമായിരുന്നു. പക്ഷേ ട്രേഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് വാച്ച് ചെയ്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് എവിടെയും കണ്ടതായിട്ട് തോന്നിയില്ല മാർക്കറ്റ്. അതേപോലെ തന്നെ നിഫ്റ്റിയിൽ പറയുകയാണെങ്കിലും നിഫ്റ്റിയിൽ സെയിം ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഡൗൺ പോയിട്ട് അവിടെ നിന്ന് നല്ലൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ഓപ്പണിംഗ് ഹൈ ഒന്ന് ബ്രേക്ക് ആയ സമയത്ത് ട്രേഡ് എടുക്കാമായിരുന്നു. പക്ഷേ എങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുമെന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒരു റേഞ്ച് മാർക്കറ്റ് ആയിരിക്കുമോ അതോ ഇനി അപ്സൈഡ് ആണോ എങ്ങനെയാണെന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ട്രേഡിൽ നിന്ന് വിട്ട് നിൽക്കാം എന്ന് കരുതി ഇന്നത്തെ ദിവസം ട്രേഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് വാച്ച് ചെയ്താൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ലോസിനെക്കാട്ടി നല്ലതാണല്ലോ ട്രേഡൊന്നും എടുക്കാതിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നോ ട്രേഡ് ആണ്. നമുക്ക് എന്തായാലും നാളത്തെ ട്രേഡിൻ്റെ കാര്യങ്ങളും പരിപാടികളും നോക്കാം.